വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫീറ്റ് കെയറും അതേപോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാണ്. അപ്പോൾ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ OBN ഗ്രേറ്റ് ഫ്ലേവറിൻ്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആർമർ ടവലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 32 പീസസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് വെച്ചാൽ ജസ്റ്റ് 30 റുപ്പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള കമ്പോണൻറ്റ് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി ഉണ്ട്, അതേപോലെ തന്നെ ഒലിവ് ഓയിൽ ഉണ്ട്. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ഫ്രൂട്ടിൻ്റെ എസൻസ് സ്മെല്ലും ഫ്ലേവേഴ്സൊക്കെയാണ് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പം ആ ഒരു ഫ്ലേവറാണ് ഞാൻ പറഞ്ഞത് ഗ്രേപ്സിൻ്റെ ഫ്ലേവറാണെന്ന്. അപ്പോൾ മെത്തേഡ് ടു യൂസ് എന്ന് വെച്ചാൽ ഈ ഒരു പ്ലാസ്റ്റിക് ബേസ്ഡ് പ്രീവിയസ്ലി ഞാൻ കാണിച്ച പോലത്തെ ഒരു ബോക്സിലാണ് കിട്ടുന്നത്. അപ്പോൾ 32 ടവൽസ് ഉണ്ട് അതിൽ. അപ്പോൾ അതിൽ നമുക്ക് നീഡഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ഒരെണ്ണം എടുക്കുക, എന്നിട്ട് ഇതേപോലെ നമ്മൾ നെയിൽ പോളിഷ് ഇട്ടിരിക്കുന്ന ആ ഒരു നെയിലിൽ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രമാത്രം ആ ഒരു നെയിൽ പോളിഷ് ഇളകി വരുന്നുണ്ടെന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ നന്നായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇത് യൂസ് ചെയ്താൽ നമുക്ക് എന്താ പറയുക, നെയിൽ പോളിഷ് റിമൂവർ ചെയ്യുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നെയിൽ ക്ലീൻ ആകും. അതേപോലെ തന്നെ ആ ഒരു നെയിൽ പോളിഷ് നന്നായിട്ട് റിമൂവ് ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അതായത് 30 ടവലിന് ജസ്റ്റ് ഒരു 30 റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇവർ പറഞ്ഞിട്ടുള്ള ആ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഓയിലിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ നെയിലിൽ നല്ല രീതിക്ക് തന്നെ ഒന്ന് നറിഷ് ചെയ്യും, ഒന്ന് മോയിസ്റ്റ് ആയിട്ടുള്ള രീതിക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ഡ്രൈഡ് ആയിട്ടുള്ള ആ ഒരു സെക്ഷനൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല നെയിലിൽ ഈ ഒരു രീതിക്ക് റബ്ബ് ചെയ്യുമ്പം. നമുക്ക് വേണമെങ്കിൽ ഒരു കാലിൽ ഫുള്ളി വേണമെങ്കിൽ ഈ ഒരു ടവൽ വെച്ചിട്ട് നമുക്ക് ക്ലീനപ്പ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ 2 കാല് ഫുള്ളി ആ ഒരു രീതിക്ക് ചെയ്യാം. കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് എന്ന് വെച്ചാൽ ഒരു ടവൽ വെച്ചിട്ട് നമ്മൾ ഒരു കാല് മാത്രം ക്ലീനപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ കാലിൻ്റെ ആ ഒരു നെയിൽ പോളിഷസൊക്കെ ഫുള്ളി ക്ലീനപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ടവലിൻ്റെ ആ ഒരു കളർ കാണാം, എക്സാക്ട്ലി ഫുൾ ഓഫ് എന്താ പറയുക ബ്ലാക്ക് കളറായിട്ടുണ്ട്. ലാക്മിയുടെ നെയിൽ പോളിഷ് റിമൂവറൊക്കെ ആയിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ നല്ല പ്രൈസ് കൂടുതലാണ്. പക്ഷേ ഇത് ജസ്റ്റ് ഒരു 30 റുപ്പീസ് മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മുടെ നെയിൽസ് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആവുകയും ചെയ്യും. അപ്പോൾ അഫോർഡബിൾ പ്രൈസിൽ ഒരു നെയിൽ റിമൂവർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്ന് വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫീറ്റ് നന്നായിട്ടൊന്ന് ക്ലീനപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചെറിയൊരു നീഫ് പോലത്തെ പെഡിക്യൂർ സെറ്റിൻ്റെ കൂടെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ക്ലീനപ്പൊക്കെ ചെയ്തെടുത്തു. സൈഡ് വൈസൊക്കെ ആ ഒരു ബ്ലാക്ക് കളറൊക്കെ കളഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ എന്താ പറയുക, ബാത്തിങ് അല്ലെങ്കിൽ ഷവറിങ് കഴിഞ്ഞിട്ട് വന്നിട്ട് ആ ഒരു ഡെഡ് സെൽസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീനപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് ക്യൂട്ടിക്കൽ ക്ലീനർ എന്നാണ് നമ്മൾ ഇതിനെ പറയണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് വെച്ചിട്ട് സൈഡ് വൈസിലുള്ള ആ ഒരു ഡെഡ് സെൽസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നെയിൽസ് നല്ല രീതിക്ക് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ആ ഒരു മോയിസ്റ്റ് കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു ഹൈഡ്രേഷൻ നമ്മുടെ കാലൊക്കെ നനയുമ്പം നമുക്ക് നഖമൊക്കെ വെട്ടിയെടുക്കാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നഖമൊക്കെ അങ്ങനെ നമ്മൾ വെട്ടിയെടുത്ത് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഫൈനലി നമ്മൾ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് ക്രീമൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫുഡ് ക്രീമിൻ്റെ ആവശ്യം ഇല്ല, കുറച്ചുകൂടെ എന്താ പറയുക എപ്പോഴും ആകുമ്പം നമുക്ക് കുറച്ച് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ മതി. ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫുഡ് ക്രീം തന്നെയാണ് കേട്ടോ. ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ വെയ്ക്കച്ചീനാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ഫുഡ് ക്രീം എന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ നിവ്യേൻ്റെ ബോഡി മിൽക്ക് ഷീ സ്മൂത്ത് ആണ്. അപ്പോൾ ഇത് 48 ഹവേഴ്സ് വരെ ആ ഒരു ഡീപ്പായിട്ടുള്ള മോയ്സ്ചർ കെയർ ഒക്കെ നൽകുന്നതുകൊണ്ടാണ് ഇത് ഇന്ന് യൂസ് ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നല്ല ഫ്രാഗ്രൻസ് ആണ്. പിന്നെ എന്താ പറയുക, ഷീ ബട്ടറാണ് കേട്ടോ മെയിനായിട്ട് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡീപ്പ് മോയ്സ്ചറൈസർ സെറമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹൈഡ്രേഷൻ നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ നല്ല സ്മെല്ലും ഉണ്ട്, നമ്മുടെ ഫീറ്റിന് നല്ലൊരു കെയറും കിട്ടും. അപ്പോൾ ഒരു ഷീ ബട്ടറിൻ്റെ കണ്ടൻറ്റൊക്കെ ഉള്ളത് കൊണ്ടിട്ടാണ് ഞാനിത് വാങ്ങാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ കാല് നല്ല രീതിക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് ഫീറ്റ് നല്ല എന്താ പറയുക ഒന്നുകൂടെ ഒന്ന് ഹൈഡ്രേറ്റഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഫീറ്റ് കെയർ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. എനിവേ താങ്ക് യു.